ഈ ഗിരിയേട്ടൻ സിന്ധുവിനെ അന്വേഷിച്ച് എവിടേക്കാ പോയത്? ഇനിയിപ്പോ റേഞ്ച് ഇല്ലാത്തോണ്ടായിരിക്കോ? ഏട്ടത്തിമേരെ ഫോണിങ് തന്നെ. ഈശ്വര, ഏട്ടനിത് എവിടെ പോയത്? എവിടെ പോയി തിരക്കും? അങ്ങനെയും പറയാല്ലേ. മഴ പെയ്യുന്നു. ഇറ്റ്സ് റെയിനിങ്. യാ, പ്രസന്റ് ടെൻസ്. മഴ പെയ്യുന്നു. എന്താ? ഇറ്റ്സ് റെയിനിങ്. മഴ പെയ്യുന്നു. ഇറ്റ്സ് റെയിനിങ്. മനസ്സിലായോ? ഇറ്റ്സ് റെയിനിങ് അല്ലേ? അപ്പൊ ഇനി തെറ്റിക്കാതെ ഞാൻ പറഞ്ഞൊന്നുകൂടി പറഞ്ഞേ. ഏട്ടനെ ഇതുവരെ കാണുന്നില്ലല്ലോ. ഇറ്റ്സ് റെയിനിങ്. ഇപ്പൊ മണി എത്രേ? പറയണ്ട. ഇറ്റ്സ് റെയിനിങ്. 8:30 കഴിഞ്ഞു. 8:30 കഴിഞ്ഞോ? പതിവ് സാധനം എടുക്കാൻ പോയാ സാധാരണ സന്ധ്യ ആകുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു വരികയാണല്ലോ. മണി 8:30 ആയിട്ടും ഏട്ടൻ എന്താ താമസിക്കുന്നേ? ഇത്ര വൈകേണ്ട ഒരു കാര്യമില്ല. ഏട്ടൻ ടൗണിൽ സാധനം എടുക്കാൻ തന്നെയാണോ പോയത്? നിനക്ക് എന്താ അതിൽ ഇത്ര സംശയം? സാധനം എടുക്കാനല്ലാതെ പിന്നെ ഏട്ടൻ എവിടെ പോവാനാ? അല്ല, പദവിയിലും വൈകുന്നത് കണ്ട് ചോദിച്ചതാ. പാറുവിനോട് ഏട്ടൻ പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഏയ് ഇല്ല. ടൗണില് സാധനം എടുക്കാൻ പോകുന്നെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഏട്ടനിങ് വരട്ടെ. ഏട്ടൻ ഞാൻ വച്ചിട്ടുണ്ട്. 1, ഞങ്ങളോട് പറയാതെ ടൗണിൽ പോയേന്. 2, ടൗണിൽ നിന്ന് വരാൻ വൈകുന്നേന്. ഇന്ന് ഞാൻ കണക്കിന് കൊടുക്കുന്നുണ്ട്. ഇങ്ങ് വരട്ടെ. എന്നാലും ഏട്ടൻ വൈകാൻ എന്താ കാരണം? ഞാനൊന്ന് വിളിച്ചു നോക്കിയാലോ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? ഗിരിയേട്ടൻ ഇങ്ങ് വന്നോളൂ. ഇനി ബൈക്ക് എങ്ങാനും കേടായതാണോ? അയ്യോ, കണ്ടില്ലേ, ഞാൻ പറഞ്ഞ സത്യമായില്ലേ? ഇത് കേട്ടന്റെ ബൈക്ക് കേടായത് തന്നെയാ. അതാ അപ്പൊ തന്നെ കറണ്ട് പോയത്. ബൈക്ക് കേടാവുന്നതും കറണ്ട് പോകുന്നതും തമ്മിൽ എന്താ ബന്ധം? ഞാൻ പോയി മെഴുകുതിരി എടുത്തിട്ട് വരാം. അത് ഏട്ടത്തിയമ്മേ, ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അപ്പൊ തന്നെ കറണ്ട് പോയാ അത് അച്ചിട്ടാവുന്ന ശാസ്ത്രം. പൊട്ടത്തരം പറയല്ലേ. കറണ്ട് പോയതും ഗിരിയേട്ടൻ വരാത്തതും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇല്ലേം കണ്ടോ, ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് ഏട്ടൻ വരുമ്പോ അറിയാലോ. ഇത് അന്ധവിശ്വാസ. ദിസ് ഈസ് നോട്ട് അന്ധവിശ്വാസം. Then what is this? ദിസ് ഈസ് പരമാർത്ഥ സത്യം. ചുമ്മാ ഇരിക്കടി. പരമ എന്തെങ്കിലും ആവട്ടെ, സത്യം. അത് തന്നെ. ഏട്ടൻ വരുമ്പോ അറിയാം. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇവളുടെ ഒരു കാര്യം. ചേച്ചി, എന്താ? ആ മൊബൈൽ എനിക്കിതാ. ഞാനല്ലേ വെച്ചിരുന്നെ. കുഞ്ഞി, നീ ഇങ്ങനെ അറ്റത്ത് പോയി നിക്കല്ലേ. നീ ഇപ്പൊ തെന്നി വീഴും കേട്ടാ. നീ ഒന്ന് ഇവിടെ വന്നിരുന്നേ. ചേച്ചി ഫോൺ ചേച്ചി ഒന്ന് ചുമ്മാ ഇരുന്നേ. ഞാൻ വിളിച്ചു നോക്കാം. വേണ്ട, ഞാൻ വിളിച്ചോളാം. എങ്കിതാ കുഞ്ഞിങ്ങോട്ട് മാറിയിക്ക്. എന്റെ പൊന്നു രശ്മി, നീ ഒന്ന് മിണ്ടാതിരിക്കേ. ചേച്ചി, രശ്മി ചേച്ചി, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇരുട്ടത്ത് പോവാ. നീ ഒന്ന് ഇവിടെ വന്നിരുന്നേ. അല്ല നകുല, നമ്മളെന്തിനാ ഗിരിയെ തപ്പി ഇങ്ങനെ നടക്കണത്? ഇങ്ങനെ പോയാ ഈ ജന്മം ആ 150 ഏക്കർ കിട്ടാൻ പോണില്ല. അവന്റെ ഒപ്പ് കിട്ടാതെ വേറെ വഴിയുണ്ടോ? അങ്ങനെ നിരാശപ്പെടാതെ നകുല, ഒരു വഴിയുണ്ട്. എന്ത് വഴി? ഇവിടുത്തെ രജിസ്റ്റർ ഓഫീസർ നമ്മളെ ആളല്ലേ. അയാൾക്ക് കുറച്ച് കൈക്കൂലി കൊടുത്താൽ അയാൾ നമ്മളെ കൂടെ നിൽക്കും. എന്നിട്ടെന്താ, രജിസ്റ്റർ ഓഫീസർ കൂട്ടുനിന്ന ഗിരിയുടെ പെങ്ങാമരം കള്ള ഒപ്പിട്ട് നമുക്ക് ആ വസ്തു സ്വന്തമാക്കാം. അതൊന്നും വേണ്ട. വെറുതെ മണ്ടത്തരം കാണിക്കരുത്. ഒടുവിൽ പിടിക്കപ്പെട്ടാലേ വിളിക്കാൻ തെച്ചത് പാണ്ടാവും. ഒന്നാമത് മന്ത്രിയായിട്ടുള്ള ഇടപാടാ, ചെറിയ കളിയൊന്നുമല്ല. എന്തായാലും വേവുന്നവരെ നമ്മളൊന്ന് കാത്തു. ഇനിയിപ്പോ ആറുന്നവരെ കാക്കാം. എന്തായാലും 2 ദിവസം അവര് സമയം തന്നിട്ടുണ്ടല്ലോ. പക്ഷേ ഈ 2 ദിവസത്തിനുള്ളിൽ ഗിരിയെ കൈ കിട്ടണ്ടേ? കിട്ടണം. അതിനുള്ള വഴി കാണണം.
മണി ഇപ്പൊ 9:30 കഴിഞ്ഞു, എന്നിട്ട് ഏട്ടനെ കാണുന്നില്ലല്ലോ. വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ലല്ലോ. ഇപ്പൊ ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഫോൺ ഓൺ ആയിട്ടുണ്ടെങ്കിലോ? ഏട്ടത്തിയും ഒന്നും കൂടെ വിളിച്ചു നോക്ക്. ഞാനൊന്നുകൂടെ വിളിക്കട്ടെ. ആ. ശ്ശേ, കിട്ടുന്നില്ല. ഈ ഗിരിയേട്ടൻ സിന്ധുവിനെ അന്വേഷിച്ച് എവിടേക്കാ പോയത്? ഇനിയിപ്പോ റേഞ്ച് ഇല്ലാത്തോണ്ടായിരിക്കോ? ശ്ശോ, ഏട്ടത്തി മേരെ ഫോണിങ് തന്നെ. ഈശ്വരാ, ഏട്ടനിത് എവിടെ പോയത്? എവിടെ പോയി തിരക്കും? ദേ ഏട്ടൻ വന്നു. ആ കുഞ്ഞിപ്പോ കുഞ്ഞി ഓടാതെ വീഴും. കുഞ്ഞി എല്ലാരും പിണക്കത്തിലാണോ? കറണ്ട് എപ്പോ പോയി? ഒത്തിരി നേരമായോ? കറണ്ട് പോയിട്ട് കുറച്ചു നേരമായി. ആ ഇത് നിങ്ങക്ക് വേണ്ടി വാങ്ങിച്ചതാ? അതൊക്കെ ഇരിക്കട്ടെ, ഞങ്ങൾ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞിട്ട് ഏട്ടനകത്ത് കയറിയാ മതി. ഏട്ടത്തി അമ്മ എല്ലാം നോക്കേണ്ടത്. ദേ ഇങ്ങോട്ട് നോക്കി. ഏട്ടനെന്താ ഞങ്ങളെ അറിയിക്കാതെ ടൗണിൽ സാധനം എടുക്കാൻ പോയത്? പാറുവേട്ടത്തിയമ്മ പറഞ്ഞത്. അത് ഏട്ടൻ എവിടെ പോയെന്ന് ചോദിച്ചപ്പോ ടൗണിലെ സാധനം എടുക്കാൻ പോയെന്ന് ഞാൻ പറഞ്ഞു. ഏട്ടൻ ഞാൻ ചോദിച്ചതിന് മറുപടി പറയും.